അടുത്ത ഏതാനും വർഷത്തിനുള്ളിൽ ചൊവ്വയിൽ മനുഷ്യരുടെ ഒരു കോളനി സ്ഥാപിക്കാനുള്ള ആഗ്രഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക്. 10 ലക്ഷം പേരെ ചൊവ്വയിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നതായി അദ്ദേഹം വെളിപ്പെടുത്തി. ഭൂമി എന്ന ഗ്രഹത്തെ ആശ്രയിക്കുന്നവർ ആകരുത് മനുഷ്യരെന്നാണ് മസ്കിന്റെ വാദം. ചൊവ്വയിൽ മനുഷ്യർ താമസം തുടങ്ങുമ്പോൾ ഭൂമിയിൽ നിന്ന് വേണം ആദ്യഘട്ടത്തിൽ ജീവനോപാധികൾ ലഭിക്കാൻ. എന്നാൽ ചൊവ്വയിൽ ജീവിക്കുന്നവർക്ക് സ്വയം പര്യാപ്തത നേടാനാകണം എന്നത് മസ്കിന്റെ സ്വപ്നങ്ങളിൽ ഒന്നാണ്. ഇത്തരം സ്വയം പര്യാപ്തത നേടണമെങ്കിൽ ബൃഹത്തായ സന്നാഹങ്ങൾ വേണമെന്നും അതിന് അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉരുത്തിരിച്ചെടുക്കേണ്ടതായുണ്ട് എന്നും മസ്കിന് അറിയാം. വരും കാലത്ത് ചൊവ്വയിലേക്കുള്ള യാത്ര ഭൂമിയിലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള വിമാനയാത്ര പോലെയായിരിക്കുമെന്നാണ് മസ്കിന്റെ പ്രവചനം. മസ്കിന്റെ കമ്പനി നിർമ്മിച്ചു വരുന്ന സ്റ്റാർഷിപ്പ് റോക്കറ്റിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായാണ് തന്റെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന എക്സ് പ്ലാറ്റ്ഫോമിൽ മസ്ക് ഈ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചത്. 10 ലക്ഷം പേരെ ചൊവ്വയിൽ എത്തിക്കുന്നതിനു വേണ്ടി പ്ലാനുകൾ തയ്യാറാക്കി വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മസ്കിന്റെ ചൊവ്വ സ്വപ്നങ്ങളിൽ പുതുമയൊന്നുമില്ല. തനിക്ക് മനുഷ്യരാശിയെ മൾട്ടി പ്ലാനറ്ററി ആക്കാൻ ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഭൂമി എന്ന ഒറ്റ ഗ്രഹത്തിൽ മാത്രം വസിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ മഹാമാരികൾ പരക്കുകയോ ചെയ്താൽ മനുഷ്യരും അവർ ഇന്നുവരെ ഉണ്ടാക്കിയ നേട്ടങ്ങളും ഇല്ലാതെ ആയേക്കാമെന്നും അദ്ദേഹം ഭയക്കുന്നു. മസ്കിന്റെ ചൊവ്വ സ്വപ്നങ്ങളിൽ പുതുമയൊന്നുമില്ല. തനിക്ക് മനുഷ്യരാശിയെ മൾട്ടി പ്ലാനറ്ററി ആക്കാൻ ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം മുമ്പ് പലതവണ പറഞ്ഞിട്ടുമുണ്ട്. ഭൂമി എന്ന ഒറ്റ ഗ്രഹത്തിൽ മാത്രം വസിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ മഹാമാരികൾ പരക്കുകയോ ചെയ്താൽ മനുഷ്യരും ഇന്ന് വരെ ഉണ്ടാക്കിയ നേട്ടങ്ങളും ഇല്ലാതായേക്കാം. അതുകൊണ്ട് തന്നെ മനുഷ്യവാസം ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുക എന്നതുപോലെയാണെന്നും മസ്ക് പറയുന്നു. ഇതൊക്കെ നടക്കാത്ത സ്വപ്നങ്ങളാണ് എന്ന അഭിപ്രായമുള്ള ധാരാളം ശാസ്ത്രജ്ഞരുണ്ട്. എന്തായാലും മസ്ക് അടുത്തിടെ നടത്തിയ പ്രസ്താവനകൾ കൂട്ടി വായിച്ചാൽ അദ്ദേഹത്തിന്റെ കമ്പനി ചൊവ്വ കുതിപ്പിനായി അധ്വാനം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ചന്ദ്രനിൽ 5 വർഷത്തിനുള്ളിൽ തന്റെ സ്റ്റാർട്ടപ്പ് ഒരുങ്ങുമെന്നും 5 വർഷത്തിനുള്ളിൽ ഇറങ്ങുമെന്നും മസ്ക് കഴിഞ്ഞ ആഴ്ച പ്രസ്താവിച്ചിരുന്നു. ചൊവ്വ കുതിപ്പിനുള്ള പരിശീലനമായാണ് മസ്കിന്റെ കമ്പനി ചാന്ദ്ര ദൗത്യത്തെ കാണുന്നത്. സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ക്യാപ്സൂൾ ഇന്ന് വരെ പോയിട്ടില്ലാത്ത ദൂരത്തേക്ക് മനുഷ്യരാശിയെ എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യർ ചൊവ്വയിലേക്ക് പറന്നാൽ പോലും മസ്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചേക്കില്ലെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. എന്നാൽ തന്റെ ജോലിക്കാരെ സദാ മുൾമുനയിൽ നിർത്തുന്ന സ്വഭാവക്കാരനായി അറിയപ്പെടുന്ന കോടീശ്വരൻ സമയപരിധി കൽപ്പിച്ചു മാത്രം മുന്നോട്ട് പോകുന്നയാളുമാണ്. ഉദ്ദേശിച്ച സമയത്തിന് നടന്നില്ലെങ്കിലും തന്റെ സ്വപ്നങ്ങൾ എന്തെങ്കിലും യാഥാർത്ഥ്യമായാൽ പോരാ, അതിനായി സമയബന്ധിതമായ അധ്യധ്വാനം തന്നെ വേണമെന്നാണ് മസ്കിന്റെ വാദം. മുൻപ് അസാധ്യമെന്ന് കരുതിയിരുന്ന പലതും നടത്തിക്കാണിച്ച ആളാണ് മസ്ക്. ഉദാഹരണത്തിന് ഒരിക്കൽ വിക്ഷേപിച്ച ഓർബിറ്റിൽ റോക്കറ്റുകൾ വീണ്ടും ഉപയോഗിക്കുക എന്ന പരിപാടി അദ്ദേഹത്തിന്റെ കമ്പനിയാണ് ആരംഭിച്ചത്. ഇതൊക്കെയാണെങ്കിലും ചൊവ്വാവാസം നടക്കണമെങ്കിൽ ഇന്നില്ലാത്ത പല ടെക്നോളജികളും വികസിപ്പിക്കേണ്ടതായുണ്ട്. അടുത്തിടെ സ്റ്റാർഷിപ്പ് നടത്തിയ ഒരു പരീക്ഷണ പറക്കൽ പൊട്ടിത്തെറിക്കലിൽ കലാശിച്ചു എന്നത് തന്നെ ഇനിയും എത്ര കാലത്തെ പരിശ്രമം നടത്തിയാൽ മാത്രമായിരിക്കും ചാന്ദ്രദൗത്യം വിജയിപ്പിക്കാൻ സാധിക്കുക എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതേസമയം സ്റ്റാർഷിപ്പിന്റെ 3ാം പറക്കൽ ഈ വർഷം നടത്താനാകുമെന്നും അത് വിജയിക്കുമെന്നും മസ്ക് കരുതുന്നു.